എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ കൊരട്ടി ലത്തിൻപള്ളിയുടെ ഓപ്പോസിറ്റായിട്ട്, അതായത് തൃശ്ശൂർ റൂട്ട്, അവിടെ ഇന്ന് കാലത്ത് ഏകദേശം ഒരു 5:45 കൂടി ഒരു അപകടം നടന്നു. കോതമംഗലത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ഒരു ഫാമിലി മാരുതി 800-ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ പിതാവ് ജയ്മോൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, മകൾ ജൊവാന, പിന്നെ ആങ്ങളയുടെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വാഹനം കൊരട്ടി ലത്തിൻപള്ളിയുടെ മുൻവശത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത് അപകടത്തിൽപ്പെട്ടതെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. മറ്റൊരു KSRTC ബസ് സൈഡിലൂടെ കയറിപ്പോയി എന്ന് പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാലത്തായതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനം അപകടത്തിൽപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം, ചാലക്കുടി ഫയർഫോഴ്സ് സംഘം എത്തി. ഈ കാറിൻ്റെ ഉള്ളിൽ ഈ മകള് ജൊവാന കുടുങ്ങിപ്പോയി. അങ്ങനെ കാറ് വെട്ടിപ്പൊളിച്ചാണ് ഈ കുട്ടിയെ പുറത്തെടുക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും പിതാവ് ജയ്മോനും മകൾ ജൊവാനയും മരിച്ചിരുന്നു. പിതാവ് ജയ്മോന് 46 വയസ്സ്, മകൾ ജൊവാന 11 വയസ്സ്. ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ എത്തുന്നതിനൊക്കെ മുൻപേ തന്നെ മരിച്ചിരുന്നു. ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലുള്ളത്, പരിക്കുകളോടുള്ളത് അമ്മ മഞ്ജു, മകൻ ജോയൽ, അതുപോലെ ആങ്ങളയുടെ ഒരു കുട്ടിയും കൂടിയുണ്ട്. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും അതിരാവിലെ ഇപ്പോൾ നമ്മുടെ ചാലക്കുടി കൊരട്ടി മേഖലകളിലൊക്കെ തന്നെ അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഹൈവേയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപകടത്തിൻ്റെ കാരണം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലാണ് മൃതദേഹങ്ങൾ. പരിക്ക് പറ്റിയവരും ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.